പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ രംഗത്ത് ഒരു വലിയ മാറ്റം പ്രകടമാണ്. എത്ര വലിയ കുറ്റകൃത്യം ചെയ്ത എത്ര ഉന്നതനായാലും, എത്ര മാരകമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളായാലും അയാള് വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞാൽ സുരക്ഷിതനായിരുന്നു എന്നൊരു ധാരണ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്നു. ആ ധാരണയെല്ലാം ഇപ്പോൾ തിരുത്തപ്പെട്ടിരിക്കുകയാണ്. എത്ര വലിയ കുറ്റവാളിയായാലും, എത്ര ഉന്നതനായാലും അയാളെ കൃത്യമായി എവിടെ ഒളിച്ചാലും വേട്ടയാടി പിടിക്കും എന്നതാണ് ഇന്ത്യയുടെ പുതിയ ശൈലി. ആ ശൈലി അനുസരിച്ച് നിങ്ങൾ കുറ്റവാളികൾ എവിടെ പോയി ഒളിച്ചാലും ഇന്ത്യ പിടികൂടിയിരിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അവര് വളരെ പ്രശംസ അർഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത്. അവര് വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ഇന്ത്യയിൽ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം വിദേശ രാജ്യങ്ങളിൽ പോയിരുന്നിട്ട് ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ പിടികൂടി രാജ്യത്തേക്ക് എത്തിക്കുന്ന ഒരു പുതിയ ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമാണ് സുരക്ഷാ ഏജൻസികൾ ഇന്ത്യ കുറ്റവാളികൾക്ക് നൽകുന്ന സന്ദേശം വളരെ കൃത്യമാണ്. നിങ്ങൾ എത്ര ഉന്നതനായാലും, എത്ര മാരകമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തവനായാലും നിങ്ങൾ വിദേശത്തേക്ക് കടന്നാൽ സുരക്ഷിതനാണ് എന്നുള്ള നിങ്ങളുടെ ധാരണ തെറ്റാണ്. നിങ്ങളെ ഇന്ത്യ കൃത്യമായി എവിടെ ഒളിച്ചാലും പൊക്കിയിരിക്കും എന്നുള്ള കൃത്യമായ സന്ദേശമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ഇന്ത്യ നൽകുന്നത്. അമിത്ഷായുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ദേശത്തിന്റെ സുരക്ഷയാണ് ഞങ്ങൾക്ക് പരമപ്രധാനം. ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ സുരക്ഷാ കാര്യത്തിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ചില കുറ്റവാളികൾക്ക് ഒരു ധാരണയുണ്ട്, അവര് രാജ്യം വിട്ടുപോയി കഴിഞ്ഞാൽ അവര് സുരക്ഷിതരാണ് എന്ന്. എന്നാൽ നിങ്ങൾ രാജ്യം വിട്ടുപോയാൽ ഇന്ത്യയുടെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. നിങ്ങൾ എവിടെ ഒളിച്ചാലും ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ നിങ്ങളെ പിടികൂടി ഇന്ത്യയിൽ എത്തിച്ച് നിയമ നടപടികൾക്ക് വിധേയരാക്കിയിരിക്കും. ഇത് അമിത്ഷാ പറഞ്ഞ വാക്കുകളാണ്. അമിത്ഷായുടെ ഈ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ത്യയുടെ ഏജൻസികൾ, സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അമിത്ഷായുടെ ഈ വാക്കുകൾ വെറും പ്രഖ്യാപനങ്ങളല്ലെന്ന് കണക്കുകൾ തെളിയിക്കുകയാണ്. കഴിഞ്ഞ ജനുവരി മുതൽ ജൂലൈ വരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം വിവിധ രാജ്യങ്ങളിൽ കഴിഞ്ഞിരുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള 45 പേരെയാണ് ഇന്ത്യയുടെ ഏജൻസികൾ ഇന്ത്യയിലേക്ക് എത്തിച്ച് നിയമ നടപടികൾക്ക് വിധേയരാക്കിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് ഓഗസ്റ്റ് 1 മുതൽ 18 വരെ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 6 കൊടും ക്രിമിനലുകളെയാണ് വിദേശ രാജ്യത്ത് നിന്നും ഇന്ത്യയിൽ എത്തിച്ചത്. അതായത് വളരെ തുച്ഛമായ ദിവസങ്ങൾക്കുള്ളിൽ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഏതാണ്ട് 51 പിടികിട്ടാപ്പുള്ളികളെ, ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ആളുകളെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് നമ്മുടെ ഏജൻസികൾ എത്തിച്ചിട്ടുള്ളത്. അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മെല്ലെപ്പോക്ക്, വിദേശത്തേക്ക് കടന്നിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള കുറ്റവാളികളെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന നിയമ നടപടികൾക്ക് വിധേയരാക്കുവാനുള്ള മുൻകാലങ്ങളിലെ മെല്ലെപ്പോക്ക് അവസാനിച്ചിരിക്കുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ 51 പിടികിട്ടാപ്പുള്ളികളെ ഇന്ത്യയിൽ എത്തിച്ച് നിയമ നടപടികൾക്ക് വിധേയരാക്കുവാൻ ഇന്ത്യയുടെ ഭരണകൂടത്തിന്, ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസിക്ക് സാധിച്ചു. ഈ നടപടികൾ പെട്ടെന്നുണ്ടായതല്ല. കഴിഞ്ഞ 7 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള ദൃഢനിശ്ചയം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ, അതായത് 2014 മുതൽ 2019 മുതൽ 2026 വരെ ഉള്ള കാലയളവിൽ, ജൂൺ വരെയുള്ള കാലയളവിൽ, ഓഗസ്റ്റ് 2026 കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2019 മുതൽ 2026 ഓഗസ്റ്റ് 18 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 36 രാജ്യങ്ങളിൽ നിന്നും 274 കൊടും കുറ്റവാളികളെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചു. ഇത് ഒരു ചെറിയ കാര്യമല്ല. ഇത് തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് 2025 50 പേരെ, 50 കൊടും കുറ്റവാളികളെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. 2022 40 പേർ, 2022 37 പേർ, 2024 43 പേർ,
2025 70 പേർ, അങ്ങനെ ഓരോ വർഷവും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന വിദേശ രാജ്യങ്ങളിൽ ഒളിച്ചു താമസിക്കുന്ന, ഇന്ത്യയിൽ നിന്ന് കടന്ന് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള കുറ്റവാളികളെ, കൊടും ക്രിമിനലുകളെ കൊണ്ടുവരുന്ന സംഖ്യ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ, മോദി സർക്കാരിന്റെ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു ദൃഢനിശ്ചയത്തിന്റെ, ഇച്ഛാശക്തിയുടെ ഫലമാണെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഭീകരവാദികൾ, സാമ്പത്തിക തട്ടിപ്പുകാർ, കൊലപാതകികൾ, ലഹരി മാഫിയ തലവന്മാർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ആളുകളും ഇതിലുണ്ട്. ഇതൊക്കെ വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇച്ഛാശക്തിയാണ്. മുമ്പെങ്ങും ഇല്ലാത്ത വിധം, മുമ്പെങ്ങും കാണാത്ത വിധം, മുമ്പെങ്ങും നമുക്ക് പറയാൻ സാധിക്കാത്ത വിധം വലിയ തോതില് വിദേശ രാജ്യങ്ങളിൽ രക്ഷപ്പെട്ടു പോയിട്ടുള്ള, പല സമയത്തായിട്ട് രക്ഷപ്പെട്ടു പോയിട്ടുള്ള കൊടും ക്രിമിനലുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഓരോ വർഷവും സംഖ്യ വർദ്ധിച്ചു വരുന്നു. ഓരോ വർഷവും ഈ വർദ്ധിച്ചു വരുന്ന സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് ഇക്കാര്യത്തിൽ അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഓഗസ്റ്റ് 18 ബംഗ്ലാദേശിൽ നിന്നും UAE-യിൽ നിന്നും ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ ഇന്ത്യയിലേക്ക് നാട് കടത്തുകയുണ്ടായി. ഇതൊക്കെ വ്യക്തമാക്കുന്നത് ലൊക്കേഷൻ, സ്ഥലങ്ങൾ മാറി മാറി കളിക്കുന്ന ഈ കുറ്റവാളികളെ സംബന്ധിച്ചിട്ട് അവരെവിടെ പോയാലും അവരെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പിടികൂടും എന്നുള്ള വ്യക്തമായ ഒരു ദൃശ്യമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. മുംബൈ സ്ഫോടന കേസിലെ പ്രതികൾ, ഒമർ മജീദ് എന്ന IS ഭീകരൻ, അബു സലീം, അതേപോലെ തന്നെ ദാവൂദ് ഇബ്രാഹിം എന്നിവരുടെ സംഘത്തിലെ അംഗങ്ങൾ, ഇവരെയൊക്കെ തന്നെ പിടികൂടി ഇന്ത്യയിലേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം കനേഡിയൻ അധോലോക നായകൻ സതീന്ദർജിത് സിംഗ് എന്ന ഗോൾഡി ബാർ, ഇവരെയൊക്കെ തന്നെ പിടികൂടി വലിയൊരു നിര, പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള, പല രാജ്യങ്ങളിൽ മാറി മാറി കഴിഞ്ഞിട്ടുള്ള ഇത്തരം കൊടും ക്രിമിനലുകളെ ഇന്ത്യയിലേക്ക് ഇതിനോടകം തന്നെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള വ്യക്തമായിട്ടുള്ള നയമാണ്. കശ്മീരിലെ സമാധാനം ഉറപ്പുവരുത്തിയ കേന്ദ്ര സർക്കാർ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന, വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളെ, ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളെ ഒന്നൊന്നായി ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് നിയമ നടപടികളിലൂടെ കടത്തിവിടുകയാണ്, നിയമ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് കാട്ടിത്തരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാ ഏജൻസികൾ ഫലപ്രദമായ രീതിയിൽ ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് കൃത്യമായി അടിവരയിട്ട് പറയുന്ന ഒരു സന്ദേശം. നിങ്ങൾ എത്ര വലിയ കുറ്റകൃത്യം ചെയ്താലും, നിങ്ങൾ എത്ര വലിയ പിടിപാടുള്ള പ്രബലൻ ആയിരുന്നാലും, നിങ്ങളെ ഇന്ത്യൻ നിയമത്തിന്റെ, ഇന്ത്യയുടെ നീണ്ട കൈകൾ നിങ്ങളെ എവിടെ ഒളിച്ചാലും, ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും നിങ്ങളെ പിടികൂടി ഇന്ത്യയിൽ എത്തിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഈ നടപടികളിലൂടെ, ഇക്കാര്യങ്ങളിലൂടെ കുറ്റവാളികളോട് പറയുന്നത്. നമസ്കാരം.